നമുക്കിനി കുറച്ച് ഗ്രാഫുകളെ കുറിച്ച് പഠിക്കാം കേട്ടോ. അതായത് നോക്കി y is equal to x, x plus 1, x plus 2 അങ്ങനെ പറഞ്ഞ് കുറേ സൈൻ എക്സ് കോസ് എക്സ് അങ്ങനെ കുറച്ച് ഗ്രാഫുകൾ നമുക്ക് നമ്മുടെ ഈ ഫിസിക്സിനകത്ത് ഇപ്പോൾ നമ്മുടെ നീറ്റ് ആണെങ്കിലും JEE എക്സാമുകളാണെങ്കിലും അതൊക്കെ പോട്ടെ, നമ്മുടെ ബോർഡ് എക്സാം ആണെങ്കിൽ തന്നെ നമുക്ക് ഒത്തിരി ആവശ്യം വരും ഈ ഗ്രാഫുകളെ കുറിച്ചൊരു ജനറൽ ഐഡിയ. അപ്പം നമ്മൾ ഏകദേശം അത്യാവശ്യം വേണ്ട ഗ്രാഫുകൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കത് എങ്ങനെയാണ് വരയ്ക്കുന്നത്, എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്, എങ്ങനെയാണ് പെട്ടെന്നൊരു ഗ്രാഫ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാമെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഈ ഗ്രാഫൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്നെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. y is equal to x എന്ന് പറഞ്ഞ ഫസ്റ്റ് ഗ്രാഫ് നോക്കി എങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുന്നത്. y x കേട്ടോ, നമ്മുടെ ഫംഗ്ഷൻ എന്നതാ y is equal to x എന്ന ഫംഗ്ഷൻ. ഞാൻ x എന്ന് കൊടുത്തു, x എന്ന് കൊടുത്ത y എന്ത് വരും, 1 തന്നെ. 0 കൊടുക്കുക ആദ്യമേ, 0 0 1 1 2 2 3 കൊടുത്താലോ 3 4 കൊടുത്താലോ 4. നമുക്ക് വരയ്ക്കാൻ വേണ്ടി ഞാനൊരു ഗ്രാഫ് പേപ്പർ എടുത്തു. അതിൽ ഞാൻ നീട്ടി വരയ്ക്കാം. എക്സ് മാർക്ക് ചെയ്തു, വൈ മാർക്ക് ചെയ്തു, താഴേക്ക് എന്നതാ -3, ഇങ്ങോട്ടേക്ക് എന്നതാ -6. ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് മൈനസ് ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല കേട്ടോ. എക്സ് 0 ആകുമ്പോൾ 0, എക്സ് 0 ഇതല്ലേ ആദ്യം മാർക്ക് ചെയ്യണം. 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6 അങ്ങനെ മുകളിലേക്ക്. എക്സ് 0 ആകുമ്പോൾ 0, 1 ആകുമ്പോഴോ 1, 2 ആകുമ്പോഴോ 2, 3 ആകുമ്പോഴോ 3, 4 ആകുമ്പോഴോ 4. ഈ കൂട്ടി വരച്ചാണ് കൈ കിട്ടിയോ. ഇതാണ് y is equal to x എന്ന ഗ്രാഫ്. ഇതാ ഇങ്ങനെ വരും. അപ്പോൾ y is equal to x എന്നുള്ള ഗ്രാഫ്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ പ്രോപ്പർട്ടി വേണമെങ്കിൽ ഇത് ഈ ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കും, പിന്നെ ഇതിൻ്റെ ടാൻ തീറ്റ 1 ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ആവശ്യം വരുമ്പോൾ ആ സമയത്ത് പഠിക്കാം. പിന്നെ ഇത് നമ്മൾ ക്ലാസ്സിൽ പഠിക്കുകയും ചെയ്യും, മാത്സിൻ്റെ ക്ലാസ്സിൽ. അപ്പോൾ y is equal to x എന്നുള്ള ഗ്രാഫ് എങ്ങനെയാണ്, ഈക്വലി ഡിവൈഡ് ആക്കിയിട്ട്. ഇത് 90 ഡിഗ്രി അല്ലേ, ഇത് 45 ഡിഗ്രി ആണെങ്കിൽ എത്രയായിരിക്കും, 45 ഡിഗ്രി. അപ്പോൾ ഈക്വലി ഡിവൈഡ് ആയിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ. ഇതാണ് y is equal to x എന്ന് പറഞ്ഞ ഗ്രാഫ്. ഇനി അടുത്തത് എന്നാ, y is equal to x plus 1. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക, y is equal to x എന്നുള്ള ഗ്രാഫ്. ഇതാണത് y is equal to x. ഇനി അടുത്ത തന്നെ y is equal to x plus 1. അതെന്താ വരുന്നത് നോക്കി, y is equal to x plus 1. ഓക്കെ, x y. x 0 കൊടുക്കുമ്പോൾ y എന്താ, 0 കൊടുക്കുമ്പോൾ 1, 1 കൊടുക്കുമ്പോഴോ 2, 2 കൊടുക്കുമ്പോഴോ 3, 3 കൊടുക്കുമ്പോഴോ 4. ഓക്കെ, ഇത് മാർക്ക് ചെയ്യും. 1 2 3 4 5 1 2 3 4 5. x 0 കൊടുക്കുമ്പോൾ ഇതെങ്ങനെയാണെന്ന് മനസ്സിലായോ. x 1 കൊടുത്ത് നോക്കി, 1 + 1 2. ഇനി 2 കൊടുക്കുമ്പോഴോ 2 + 1 3. വൈൻ്റെ വാല്യൂ വരുന്ന കണ്ടോ 3. 3 കൊടുക്കുമ്പോഴോ 3 + 1 4. ഓക്കെ, x 0 ആകുമ്പോൾ 1, 0 ആയി കഴിയുമ്പോൾ 1, അപ്പോൾ അത് മാർക്ക്. 1 കൊടുക്കുമ്പോഴോ 2, 2 കൊടുക്കുമ്പോഴോ 3 4. അപ്പോൾ ഈ ലൈൻ ഇങ്ങനെ കേട്ടോ. ഇതിലേക്കുള്ള വ്യത്യാസം കണ്ടോ, എങ്ങോട്ടാ ഒരു ഇച്ചിരി ഇങ്ങോട്ട് മാറിപ്പോയി. നേരത്തെ ഇങ്ങനെ ആയിരുന്നു, ഇത് ഇച്ചിരി മുകളിലേക്ക് പോയി. ഇതെത്രയാ, 1 2 3. ഇത് y is equal to x plus 1. ഇനി അടുത്തത് y is equal to x plus 2. x y 0 കൊടുത്താൽ 2, 1 കൊടുത്താൽ 3, 2 കൊടുത്താൽ 4, 3 കൊടുത്താൽ 5. അല്ലെ കൊടുത്ത് നോക്കിയേ, ഇത് വരച്ച് നോക്കിയേ. 0 2 ആണ്, 1 കൊടുത്താൽ 3 ആണ്, 2 കൊടുത്താൽ 4 ആണ്. അപ്പോൾ ഈ ഗ്രാഫ് എങ്ങനെ വന്നു, ഇങ്ങനെ വന്നു. ഒരു പടിയും കൂടി മുകളിലേക്ക് വരുന്നു. 1 2 3 x plus 2 അല്ലേ. അപ്പോൾ
നമ്മൾ നോക്കി കണ്ടോ, ഇവിടെ ഇവിടെ 0 ആയിരുന്നു, എക്സ് പ്ലസ് 0 ആയിരുന്നു, എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 2. അപ്പോൾ അവിടെ സംഖ്യ കൂടുന്നതനുസരിച്ച് എങ്ങോട്ടാ ഷിഫ്റ്റ് ആയി പോകുന്നത്? മുകളിലേക്ക്. ഇവിടുന്ന് നേരെ മുകളിലേക്ക് കയറി, അതിനേക്കാൾ കുറച്ച് മുകളിലേക്ക് കയറി. കുറച്ച് ഐഡിയ കിട്ടിയോ? ഒന്ന് ഞാൻ നോക്കിയോ, y is equal to 2x. അതിന് സംഭവിക്കാൻ നോക്കാം. y is equal to 2x. x y. 0 കൊടുത്താൽ 0, 1 കൊടുത്താൽ 2, 2 കൊടുത്താൽ 4, 3 കൊടുത്താൽ 6, 4 കൊടുത്താൽ 8. ഓക്കെ, 1 2 3 4 5 6 മൊത്തം കൊടുക്കുന്നില്ലോ. 1 2 3 4 മുകളിലേക്ക് പറയണ്ട. 0 കൊടുത്താൽ 0, 1 കൊടുത്താൽ 2, 2 കൊടുത്താൽ 4. ഒരു പണി തരാം നമുക്ക്, കുറേ മുകളിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് 2 4 കൊടുക്കാം. 2 4 6. അപ്പോൾ 1 കൊടുത്താൽ 2, 2 കൊടുത്താൽ 4, 3 കൊടുത്താൽ 6. ഈ ഗ്രാഫിനെ ഒന്നും കഴിഞ്ഞു കേട്ടോ. ഇതിൻ്റെ ഗ്രാഫിൻ്റെ ഇത് ഒന്നല്ല, ഏതാണ്ട് അതേപോലെ 2 4 6 ഇങ്ങനെ കേട്ടോ. അടുത്ത വാക്കിനെ നമ്മളെ ശ്രദ്ധിച്ചോ. y is equal to 4x. y is equal to 4x. x y 0 0 1 4 2 8 3 12. അയ്യോ, ഇത് വരയ്ക്കാൻ കുറച്ച് വലിയ വേണ്ടിയിട്ടുള്ളൂ. ഇവിടെ നമ്മൾ 2 4 6 എടുത്തേ, അതിന് എടുക്കാം. ഇവിടെ 2 4 6 8 10 12. 1 2 3 4. 0 കൊടുത്താൽ 0, 1 കൊടുത്താൽ 4, 2 4 6 8. 2 കൊടുത്താൽ 8, 3 കൊടുത്താൽ 12. ഈ ഗ്രാഫ് എങ്ങനെ വന്നു? ഇങ്ങനെ വന്നു. മക്കളത് ഇങ്ങോട്ട് നോക്കി, ഈ ഗ്രാഫ് എങ്ങനെ വന്നു? ഇതേ ഗ്രാഫിനേക്കാൾ കുറച്ച് ഇങ്ങോട്ട് വന്നു കേട്ടോ. കുറച്ചും എങ്ങനെയാണോ ഇത് ഇങ്ങനെയാണ് വന്നിരുന്നത്, കണ്ടോ, ഇങ്ങനെയാണ് വന്നിരുന്നത്. ഇത് കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് കയറി കേട്ടോ. ആ വ്യത്യാസം മനസ്സിലായോ? 2x എന്ന് പറഞ്ഞാൽ കുറച്ച് ഇങ്ങനെയായിരുന്നു, 4x എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ഇങ്ങോട്ട് കൂടി. നമ്മൾ ഇതിനെ പറഞ്ഞവരാണ് സ്ലോപ്പ് കേട്ടോ. ഈ വാല്യൂവിനെ പറഞ്ഞവരാണ് സ്ലോപ്പ്. ഇത് ചെറിയ സ്ലോപ്പ്, ആ 2 ഉള്ളൂ, ഇത് 4. ഓക്കെ, ഇത് നോക്കി, y is equal to 4x plus 2. അതെങ്ങനെ മാർക്ക് ചെയ്യാം? y is equal to 4x plus 2. x y ഇച്ചിരി പ്രത്യേകത. 0 2 വന്നു, 1 x 0 കൊടുത്തപ്പോൾ 2 വന്നു. 0 കൊടുത്തപ്പോൾ നോക്കി, 4 × 0 0 പ്ലസ് 2 2. പൈയുടെ വാല്യൂ എന്തൊന്ന് 2. അങ്ങനെ 1 കൊടുത്തേ, 4 × 1 പ്ലസ് 2 6. 2 കൊടുക്കുമ്പോഴോ 10, 3 കൊടുക്കുമ്പോഴോ 14. ശരി, നോക്കിയോ. രണ്ട് 4 6 8 10. 1 2 3 4 5. 0 കൊടുക്കുമ്പോൾ എത്ര? 2 ആണ്. 0 കൊടുക്കുമ്പോൾ 2. 1 കൊടുക്കുമ്പോഴോ 1 കൊടുക്കുമ്പോൾ 6. 2 കൊടുക്കുമ്പോഴോ 10. ഓക്കെ, ഈ ഗ്രാഫ് ശ്രദ്ധിച്ച് നോക്കി. y is equal to, ഈ ഗ്രാഫാണ്, y is equal to 4x plus 2. ഇതൊരു സ്ട്രേറ്റ് ലൈൻ അല്ലേ? ഈ സ്ട്രേറ്റ് ലൈനിന്റെ ജനറൽ ഇക്വേഷൻ ആണ് y is equal to mx plus c. y is equal to mx plus c. നിങ്ങൾക്ക് മനസ്സിലായോ? m എന്ന് പറഞ്ഞതിന്റെ പേരാണ് സ്ലോപ്പ്. അപ്പൊ ഈ ഇക്വേഷന്റെ സ്ലോപ്പ് എത്രയാ? 4 കേട്ടോ. mx 4x, ഇതിന്റെ സ്ലോപ്പ് എത്രയാ? 4. സ്ലോപ്പ് എന്നാന്ന് ചോദിച്ചാൽ മക്കളെ ഒന്നുമില്ല, ഈ ലൈൻ എക്സ് ആക്സിസ് ആയിട്ടുണ്ടാക്കുന്ന ഈ തീറ്റ ഇല്ലേ, ഈ തീറ്റന്റെ ടാൻ തീറ്റയാണ് ഈ സ്ലോപ്പ്. y is equal to tan theta into x plus എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ.
ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡിഫറൻഷിയേഷൻ്റെ അവിടെ ഞാൻ വ്യക്തമായി ക്ലാസ് എടുത്തിട്ടുണ്ട്, നിങ്ങളത് കണ്ടാൽ മതി കേട്ടോ. നോക്കിയോ, എന്താ ആവശ്യമൊന്നുമില്ല, നമ്മൾ നോക്കിയോ. ഇനി അടുത്തത് ഈ സി എന്നാ മനസ്സിലായോ? നോക്കി ഈ 2, അതായത് ഈ എക്സ് 0 ആകുമ്പോൾ ഉള്ള വൈയിലെ വാല്യൂ, വൈ ഇൻട്രസ്റ്റ് കേട്ടോ, അതാണ് എന്ത് ഈ സി. ഈ ഭാഗമാണ് സി. ഇതാണ് ഒരു സ്ട്രേറ്റ് ലൈൻ്റെ ജനറൽ ഇക്വേഷൻ. സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ ജനറൽ ഇക്വേഷൻ എടുത്ത് സ്ട്രേറ്റ് ലൈൻ ഇങ്ങനെ വരാം, ഇങ്ങനെ ആകാം, ഇങ്ങനെ വരുന്ന ലൈനിൽ ഒറ്റ പ്രത്യേകത ഉള്ളൂ, ഈ എം നെഗറ്റീവ് ആയിരിക്കും. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കും. ഏകദേശം ജനറൽ ഐഡിയ കിട്ടിയോ? ഒരു സ്ട്രേറ്റ് ലൈൻ്റെ ജനറൽ ഇക്വേഷൻ ആണ് y is equal to mx plus c. അതിൽ m എന്ന് പറഞ്ഞാൽ ആ ലൈൻ്റെ സ്ലോപ്പും c എന്ന് പറഞ്ഞാൽ അതിൻ്റെ y ഇന്റർസെപ്റ്റും ആയിരിക്കും കേട്ടോ. ഇനി അടുത്ത ഗ്രാഫുകളൊക്കെ നമുക്ക് പോളിനോമിയൽ ഫംഗ്ഷനുകളാണ്. y is equal to x square ഉം y is equal to x cube. നമുക്കിത് ഒരു ഗ്രാഫിൽ തന്നെ കാണിക്കാം, അപ്പോൾ നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ y is equal to x square, അതേപോലെ y is equal to x cube. 0 കൊടുത്തു x, y എന്താ വരുന്നത് നോക്കാം. 0 കൊടുത്താൽ 0 തന്നെ, 1 കൊടുത്താൽ 1, 2 കൊടുത്താൽ 4, 3 കൊടുത്താൽ 9, 4 കൊടുത്താൽ എത്രയാണ്? 16. ഇവിടെയോ x y 0 കൊടുത്താൽ 0, 1 കൊടുത്താൽ 1 ക്യൂബ് 1 അല്ലേ, 0 കൊടുത്താൽ 0, 1 കൊടുത്താൽ 1, 2 കൊടുത്താൽ 8, 3 കൊടുത്താൽ എത്രയാ? 27, 4 കൊടുത്താലോ 16 × 4 എത്രയാ? 64. അത്ര മതി. ഇത് മാർക്ക് ചെയ്യണം അല്ലേ. ഇങ്ങോട്ട് 1 2 3 4 ഒക്കെ മാർക്ക് ചെയ്യാം. ഇങ്ങോട്ടേക്ക് എങ്ങനെ മാർക്ക് ചെയ്യും? എന്ത് കണ്ടുവരുന്നുണ്ട്? 10 27 വരെ കൊടുക്കാം അല്ലേ. അപ്പോൾ 5 10 15 20 25. 1 കൊടുത്താൽ പായിന്റ് ഈ ഗ്രാഫ് വരയ്ക്കാൻ, 0 കൊടുത്താൽ 0. ഓക്കെ, 1 കൊടുത്താലോ 1 ഇവിടെ, പ്രശ്നമില്ല മാർക്ക് ചെയ്യാൻ. 2 കൊടുത്താലോ 4, അത് ഇവിടെ. 3 കൊടുത്താലോ 9, 3 കൊടുത്താൽ എത്രയാ? ഇവിടെ 9, കുറച്ച് താഴെ. 4 കൊടുത്താലോ 16, 5 കൊടുത്താലോ 25. അപ്പോൾ ഈ ഗ്രാഫ് ഇങ്ങനെ വരും. ക്യൂബിൻ്റെ ആണെങ്കിലും 1 കൊടുത്താൽ 1, അത് 2 1 തന്നെ, 1 കൊടുത്താൽ 1. അപ്പോൾ ഈ ഗ്രാഫാണ് y is equal to x square. നമുക്ക് ഇത് നോക്കാം. 0 കൊടുത്താൽ 0, 1 കൊടുത്താൽ 1 തന്നെ, 2 കൊടുത്താൽ 8, 3 കൊടുത്താൽ 27, ഇവിടെ വരുത്തി, 4 കൊടുത്താൽ 64. ഇങ്ങോട്ട് തൽക്കാലം നമുക്ക് ഇതാണ് y is equal to x cube. വ്യത്യാസം മനസ്സിലായോ? ഇവിടെ നോക്കി y is equal to x square താഴെയാ, y is equal to x cube ഇച്ചിരി സ്റ്റീപ്പ് കൂടുതലായിട്ട് മുകളിൽ, ഇതിനെക്കാട്ടിലും മുകളിൽ. ഇത് ഓർത്തിരിക്കണം കേട്ടോ, നമുക്ക് ആവശ്യമുണ്ട്. ഇനി മൈനസ് കൊടുക്കുന്നെങ്കിലോ, -1 കൊടുക്കുന്നെങ്കിലോ, -1 ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ തന്നെ വരും 1. -1 × -1 എത്രയാ? 1. -2 കൊടുക്കുന്നെങ്കിലോ 4, -3 കൊടുക്കുന്ന അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോഴോ 9. അപ്പോൾ മൈനസ് കൊടുത്താലും ഇത് തന്നെ കിട്ടും. അപ്പോൾ മൈനസ് വാല്യൂ കൊടുക്കുമ്പോഴും ഇത് ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ വരും. y is equal to x square ഗ്രാഫ് ഇങ്ങനെ വരും. പക്ഷേ ഇവിടെ നമ്മൾ മൈനസ് കൊടുത്താലോ, -1 കൊടുത്താൽ എത്ര കിട്ടും? -1. -2 കൊടുത്താലോ -8. -3 കൊടുത്താലോ -3 × -3 അല്ല അർത്ഥം എക്സ് ക്യൂബിൻ്റെ, y is equal to x ക്യൂബ് അല്ലേ. അപ്പോൾ -3 × -3 × -3 -3 എത്രയാ? 9. 9 × -1 എത്രയാ? -27. അപ്പം ഇതിൻ്റെയൊക്കെ എങ്ങനെ വരുന്നത്? മൈനസ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മൾ മൈനസിലേക്ക് എടുക്കുമ്പോൾ ഇതേപോലെ പോയവൻ താഴേക്ക് വരും. ഇതാണ് y is equal to x ക്യൂബിൻ്റെ ഗ്രാഫ്. y is equal to x square. x square ഇങ്ങനെ വരും, ഇതോ ഇങ്ങനെ വരും കേട്ടോ. ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കി വെച്ചോളാം. പോസ് ചെയ്ത് വീഡിയോ അതിന് നോട്ട് ചെയ്ത് കേട്ടോ, ആവശ്യം നമുക്ക്. ഇനി അടുത്ത ഈ 4 എണ്ണമാണ് പരാബോള. പുതിയ പേരായിരിക്കും അല്ലേ? 10ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഇല്ലെന്ന് തോന്നുന്നു. പുതിയ ഒരു പേരാ പരാബോള. ഇതതിൻ്റെ ഷേപ്പ് കണ്ടോ?
4 വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax അല്ലെങ്കിൽ kx എന്ന് വിളിച്ചാൽ മതി. ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ പഠിക്കും, മാത്സിൽ പഠിക്കും. കോണിക് സെക്ഷൻ എന്നുള്ള ഭാഗത്തിലാണ് തോന്നുന്നു. പരാബോള, എക്ലിപ്സ്, ഹൈപ്പർബോള എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനം പഠിക്കും. വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു kx. ഇതിന്റെ ഗ്രാഫ് എന്നാ വരുന്നറിയോ? നിങ്ങൾ ഇതേപോലെ എക്സ് 0, 1, 2, 3, 4 ഇട്ട് കൊടുത്തു. അപ്പോൾ വൈ എന്നാ കിട്ടാൻ നോക്കിയോ? ഇവിടെ സ്ക്വയറാ വരിക, അപ്പോൾ റൂട്ട് എടുക്കണം. അപ്പോൾ വൈ ഇസ് ഈക്വൽ റൂട്ട് ഓഫ് kx എന്ന് എടുക്കേണ്ടി വരും. എന്നിട്ട് 0, 1, 2 ഒക്കെ കൊടുത്തു. അപ്പോൾ എങ്ങനെയാണ് ഗ്രാഫ് വരുന്നതെന്ന് ചോദിച്ചാൽ ഇതാ ഇങ്ങനെ. ഇത് 0 അല്ലേ? ഒറിജിൻ 1, 2, 3, 4. ഇത് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതായി. ഇതിനെ പറഞ്ഞവരാണ് ഓപ്പൺ റൈറ്റ് വേർഡ്. ഇംഗ്ലീഷ് കറക്റ്റ് നോക്കി വായിച്ചാൽ മതി. അതായത് വലതുവശത്തേക്ക് തുറന്നിരിക്കാം, അത്രയുള്ള അർത്ഥം. ഇനി അടുത്തത് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു -kx. എന്നാ വരുന്നറിയോ? ഈ അങ്ങോട്ട് തിരിഞ്ഞ സാധനം ഇങ്ങോട്ടേക്ക് വരും. ഇതെങ്ങനെ ഇച്ചിരി വ്യത്യാസം. ഇതാണ് ഇങ്ങനെ. ഈ വര മാറ്റാം, അതാ എളുപ്പം. ഇങ്ങനെ ഈ ഇങ്ങോട്ട് പോയ സാധനം ഇങ്ങോട്ട് ഒരു മുട്ടും കേട്ടോ. അതുകൊണ്ട് ഞാൻ അട്രാക്ഷൻ വരച്ചത് അങ്ങനെ പറയണം. മുട്ടിൽ ഇങ്ങോട്ട് ഇടയ്ക്ക് അപ്പുറത്ത് ഇപ്പുറത്തേക്ക് വന്നിട്ട് കോൺസ്റ്റന്റ് സാധനം നമുക്ക് വരും. അപ്പൊ ഇതാണ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു kx, വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു -kx. ഇതേപോലെ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ky ഉണ്ട്, എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു -ky ഉണ്ട്. ഇതിന്റെ പേരാണ് ഓപ്പൺ ലെഫ്റ്റ് വാർഡ്. ഇത് റൈറ്റ് അല്ലേ? ഇത് ലെഫ്റ്റ്. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ky, എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ky മുകളിലേക്ക് ഇങ്ങനെ. നിങ്ങൾ കുറച്ച് മുമ്പ് വരച്ച ഓർമ്മയുണ്ടോ? y ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് എവിടെയാണ്? അതാ ഇവന്റെ ഗ്രാഫ്. ഇവനുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു റിലേഷൻ തോന്നുന്നുണ്ടെങ്കിൽ അത് വളരെ യാദൃശ്ചികം മാത്രമല്ല, അത് ഏകദേശം അങ്ങനെയാണ് കേട്ടോ. ഇത് 1 കൊടുത്താൽ മതി, കെയുടെ വാല്യൂ 1 കൊടുത്താൽ ഈ ഗ്രാഫ് തന്നെ കിട്ടും. y ഇസ് ഈക്വൽ ടു എക്സ് എന്നുള്ള ഗ്രാഫ് കിട്ടും മുകളിലേക്കുള്ളത്. ഇതായിരുന്നു y ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ്. ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ky എന്നുള്ള ഗ്രാഫ് ഈ മുകളിലേക്കാണ് കേട്ടോ. ഇതിനെ പറയുന്നത് ഓപ്പൺ അപ്വേർഡ് UP അപ്വേർഡ്. അപ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു -ky എന്ത് വരും? ഡൗൺവേർഡ്. ഓപ്പൺ ഡൗൺവേർഡ്. ഇതാണ് ഈ 4 ഇക്വേഷൻ. ഈ 4 ആര പരാബോള. ഇതിൽ നമുക്ക് ഈവൻ അവന് നമുക്ക് ആവശ്യമുണ്ട്. എവിടെ അറിയോ? ഇവിടെ പ്രൊജക്ടൈൽ മോഷനിൽ അവന് നമുക്ക് ആവശ്യമുണ്ട്. പ്രൊജക്ടൈൽ മോഷൻ കേട്ടില്ലല്ലോ, ക്ലാസ് തുടങ്ങിയതുള്ളൂ, ഇതിനെങ്ങനെ കേൾക്കുന്നത് അല്ലേ? നമ്മുടെ ലയണൽ മെസ്സി അല്ല, വേണ്ട കളിക്കാറില്ല, ക്രിസ്ത്യാനോ റൊണാൾഡോ സൂപ്പർ അല്ലേ? അപ്പോൾ കമൻറ്റ് ബോക്സ് നിറയോ നോക്കൂ. നമ്മുടെ ക്രിസ്ത്യാനോ, അങ്ങനെയില്ല ക്രിസ്ത്യാനോ എടുക്കാൻ കാരണം മെസ്സിക്ക് കളി അറിയാത്തതുകൊണ്ടല്ല. ക്രിസ്ത്യാനോ ആണെങ്കിൽ പിന്നെ ഇച്ചിരി പവർ ഉള്ള, അപ്പോൾ പിന്നെ ഇച്ചിരി ശക്തിയിൽ അടിച്ചോളൂ. നോക്കിയോ, ഇവിടെ ഒരു ബോൾ അടിക്കുമോ? ബോൾ ഇങ്ങനെ പൊങ്ങിപ്പോയി ഇവിടെ വന്ന് വീഴും. ഇതിനെ പറയുന്നവരാണ് പ്രൊജക്ടൈൽ മോഷൻ. പ്രൊജക്ടൈൽ മോഷൻ. ഇവിടെ നിങ്ങളൊരു എക്സും വൈയും ഗ്രാഫ് വെച്ചിട്ട് ഇവരെ വായിച്ചോളൂ. ആവശ്യം കഴിഞ്ഞാൽ പിന്നെ ഉപേക്ഷിക്കും, പ്രത്യേകിച്ച് വേണം. ഈ ബോൾ എന്ത് പറ്റും? ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നു. ഇവനെൻ്റെ എന്താ ഈ സാധനം ഇത് അല്ല, ഇവരെടുത്ത് ഇച്ചിരി മുകളിലേക്ക് വെച്ചാൽ പോലെ. അപ്പം നമ്മുടെ സ്ഥിരം ബോർഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് ദ ട്രജക്ടറി ഓഫ് പ്രൊജക്ടൈൽ മോഷൻ ഈസ് പരാബോളിക്. അത് ട്രജക്ടറി എന്ന് പറഞ്ഞാൽ പാത്ത്, ഈ പോയ വഴി ആണ് ഈ ട്രജക്ടറി എന്നുള്ള വാക്കിന് അർത്ഥം. പോയ വഴി പരാബോളയാണെന്ന് തെളിയിക്കാം. എന്ത് മോഷനിൽ? പ്രൊജക്ടൈൽ മോഷനിൽ കേട്ടോ. അപ്പം പരാബോള ഷേപ്പിലാണ്. ഇതൊരു റൗണ്ട് അല്ല എന്ന്. എങ്ങനെയത്? ഇങ്ങനെ കേട്ടോ. അതാണ് പരാബോള. ഓക്കെ,
ഇനി ഇനി അടുത്തത് ഇത് കേട്ടിട്ടുണ്ടോ എവിടെയും? ഇതാണ് കണ്ടിട്ടുണ്ടോ? ഇതാണ് സർക്കിൾ. സർക്കിളിന്റെ ഇക്വേഷൻ ആണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ. ഇതെന്തിന്റെ ഇക്വേഷനാ? സർക്കിൾ. ഇത് വെറും സർക്കിൾ അല്ല, ഈ സർക്കിളിന് പ്രത്യേകതയുണ്ട്. ഇതിന്റെ സെന്റർ എവിടെയായിരിക്കും? 0 0. ഇതിന്റെ സെന്റർ എന്തായിരിക്കണം? 0 0. അതായത് ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ ഇവിടെയാണ് വേറെ സ്ഥലത്ത് സെന്റർ എങ്കിൽ അതിന്റെ ഇക്വേഷൻ വേറെയാണ്. അല്ലെങ്കിൽ ഇതിന്റെ സെന്റർ ഇവിടെ വിചാരിച്ചു, ഇതിന്റെ ഇക്വേഷൻ വേറെയാണ് കേട്ടോ. ഈ സർക്കിളിന്റെ ഇക്വേഷൻ വേറെയാണ്. ഇതെങ്ങനെയല്ല, ഇവിടെ എച്ചും പിന്നെ എക്സ് മൈനസ് എ എന്നും ബി എന്നൊക്കെ പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. നമുക്ക് അതിന് ആവശ്യമില്ല, അതൊക്കെ മാത്സ് ടീച്ചർ പഠിപ്പിക്കും. സെന്റർ ഇച്ചിരി മാറിപ്പോയി. ഉദ്ദേശിച്ചത് ഇതിന്റെ സെന്റർ എവിടെയാണ്? ഈ ഒറിജിനിൽ ഈ എ എന്ന് പറയുന്നതാണ് ഇതിന്റെ റേഡിയസ് കേട്ടോ. ഈ സർക്കിളിന്റെ ഇക്വേഷൻ പറയാൻ കാരണം ഈ ഓരോ പോയിന്റും ഗ്രാഫിലെ ഓരോ പോയിന്റും ഈ ഇക്വേഷൻ അനുസരിച്ചാണ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ ഒരു എക്സും വൈയും എടുത്താൽ ഇതിന്റെ രണ്ടിന്റെ സ്ക്വയർ എടുത്താൽ എ സ്ക്വയർ കിട്ടും. മക്കളെ, അടുത്ത രണ്ട് ഇക്വേഷൻ ഈ രണ്ടെണ്ണം നല്ല കിടുക്കാച്ചി സാധനങ്ങളാണ്. വളരെ സിമ്പിളാ, നിങ്ങൾക്ക് അറിയാവുന്ന. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങൾ നോക്കിയിരുന്നു. നോട്ട് വേണമെങ്കിൽ ആ ഒരു രണ്ട് സാധനത്തിൽ വേണമെങ്കിൽ വരച്ചു വെച്ചു കേട്ടോ. y is equal to sin x, അതേപോലെ y is equal to cos x. ഈ രണ്ടിൻ്റെയും ഗ്രാഫ് നല്ല കൃത്യമായിട്ട് വരയ്ക്കാൻ പഠിച്ചത്. നമുക്കൊരു പണിയാണ്, ആദ്യം നമുക്കൊരു കോളം വരയ്ക്കാം. ഇവിടെ നമുക്ക് തീറ്റ മാർക്ക് ചെയ്യാം. തീറ്റ എന്ന് പറഞ്ഞാൽ എക്സ് നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് വൈ മാർക്ക് ചെയ്യാം. y is equal to ആദ്യം നമുക്ക് sin x വരയ്ക്കാം, പിന്നെ നമുക്ക് cos x വരയ്ക്കാം കേട്ടോ. ഇത് നോക്കിയാൽ ഏറ്റവും അവസാനം ഞാൻ tan x കൊടുത്തിട്ടുണ്ട്. tan x ഹോംവർക്ക് കേട്ടോ, അത് നോക്കി ചെയ്യണം. ഇത് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് അത് ചെയ്തു വെച്ചോ. നോക്കി 0 ഏറ്റവും ചെറിയ 30 എടുക്കാം. 30 45 60 90 നമുക്ക് വലുതായിട്ട് പോകാം. 180 270 പിന്നെ എത്രയാ 360. sin 0 എന്നാ 0. sin 30 എത്രയാ 1/2 0.5. sin 45 എത്രയാ 1/√2. അത്രയാണ് കാൽക്കുലേറ്റർ നോക്കി കിട്ടും. sin 60 √3/2 ഒരു 0.7 ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഏകദേശം ഒരു 0.6 ഏകദേശം ആ റേഞ്ച് എടുക്കുവാണേ. 0.64 ആ റേഞ്ച് എടുക്കുക. മറന്നു എത്രയാണ്, ഏതാണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് വരുള്ളൂ. പിന്നെ 90 1 180 0 270 -1 360 0. cos 0 1 cos 30 എത്രയാ ഇതായിരിക്കും 0.7. cos 45 ഇത് തന്നെയായിരിക്കും. ഇത് എത്രയാ 0.5. cos 60 എത്രയാ 1/2 അല്ലേ 0.5. 90 0 180 -1 270 0 360 1. ഇതറിയത്തില്ലെങ്കിൽ അവിടെ താൽപ്പര്യം അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നോക്കൂ, ഗ്രാഫ് വരയ്ക്കണ്ടേ? ഓക്കെ. എക്സിൽ 1 2 3 4 5 6 7 8 ഇവിടെ 2 4 6 8 മാർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. വൈയിൽ വരുന്ന മാക്സിമം വാല്യൂസ് ഏതൊക്കെയാണ്? ഇതാണ് എക്സ് കേട്ടോ. ഇത് എക്സിലെ വാല്യൂസ് ആയിട്ടാണ്. ഇത് y is equal to sin x, y is equal to cos x. എക്സിന് ഏതൊക്കെ വാല്യൂസ് വരുന്നത്? 0 30 45 60 90 അങ്ങനെ പറഞ്ഞിട്ടല്ലേ. നമുക്കൊരു പണിയാം. 0 ഇവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് 90 മാർക്ക് ചെയ്യാം. 180 270 360 ഇത്രയും. ഇതെന്തെങ്കിലും സിമ്മറ്റി ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ ഇടയ്ക്ക് ആരൊക്കെയുണ്ട്? 45 ഉണ്ട്. ഒരു
45 അല്ലേ? 30 ഉണ്ട്, ഇവിടെ ആരുണ്ട്? 60. അപ്പോൾ 30, 45, 60. വൈയിലേക്കോ ഇതുണ്ടോ? വൈയിലേക്ക് വരുന്നപ്പോൾ സൈൻ എക്സ് മാത്രം എടുക്കുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കി 0.5, 0.6, 0.7, 1 കണ്ടോ? 1 വരെ വരുന്നുള്ളൂ. 1 ആണ് ഏറ്റവും വലുത്, ബാക്കിയെല്ലാം ചെറുതാണ്. ഒന്ന് -1 ബാക്കിയെല്ലാം 0.7 വരെ വന്നിട്ടുണ്ട്. ഇനി സൈൻ 89 എടുത്താൽ തന്നെ നമ്മൾ തൊട്ട് താഴെ 89 എടുത്താൽ തന്നെ 1നേക്കാളും ഒരു ചെറിയതാണ്, 0.99 ആ റേഞ്ച് കിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും വലിയ വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പോൾ നമുക്കിവിടെ 1 വരെ മതി, ഇതിനപ്പുറത്തേക്ക് വേണ്ട. അപ്പോൾ നമുക്കിവിടെ മാർക്ക് ചെയ്യാം y sin x. അപ്പോൾ sin എക്സിന്റെ മാക്സിമം വാല്യൂ എത്ര? 1. മറന്നു പോകണ്ട കേട്ടോ. ഇനി ഗ്രാഫ് മാർക്ക് ചെയ്യാം. ഇതേതാ? x. sin 0 sin 0 0. sin 30 0.5 പകുതി ഇവിടെ. sin 45 0.6 കുറച്ച് മുകളിൽ. പിന്നെ 60 0.7. 90 1 ഇതാണ് 1. പിന്നെ 180 0. 270 ഇത് മുകളിൽ 1 ആണെങ്കിൽ ഇത് എന്തായിരിക്കും? -1. അപ്പോൾ 270 -1 അത്രേ. 360 0. ഈ ഗ്രാഫ് എങ്ങനെ വരുന്നറിയോ? ഇങ്ങനെ അങ്ങനെ നമുക്ക് ഫസ്റ്റ് ഹാഫ് മാത്രം മതി. അപ്പം നോക്കി ഇതായിരിക്കും ഗ്രാഫ് കേട്ടോ. ഇത് ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വന്നിട്ട് കാര്യമുണ്ട്. ഇവൻ നേരെ y = x എന്നുള്ള ഈ ഗ്രാഫിൻ്റെ y = x എന്നുള്ള ഈ സ്ട്രേറ്റ് ഗ്രാഫ് ഇതിൻ്റെ മുകളിലാണ് കണ്ടോ. ഇത് ഇങ്ങനെ പോകുന്ന ഗ്രാഫിനെക്കാട്ടിലും മുകളിലാണെന്ന് ഓർമ്മ വേണം. പിന്നെ താഴെ അല്ലാന്നും ഓർമ്മ വേണം കേട്ടോ. നമുക്ക് ആവശ്യമുണ്ട് +2 ഭാഗത്തൊക്കെ വേവ്സിൻ്റെ അവിടെ ആവശ്യമുണ്ട് കേട്ടോ. ഇങ്ങനെ പൊങ്ങിയിട്ട് ഇതായിരിക്കും. കാരണം എന്താ? 30 എന്താ 0.5ലാണ്. 30 തന്നെ 0.5ലാണ് വന്നിരുന്നത്. 45 ഇവിടെ വരുന്നെങ്കിൽ ഇങ്ങനെ വരുമായിരുന്നു, പക്ഷെ കുറച്ച് മുകളിലാണ് വന്നിരുന്നത്. ഇങ്ങനെ പോയിട്ട് ഇതാ ഇങ്ങനെ. ഇനി അടുത്തത് cos x-ൻ്റെ y = cos x. ഇത് എന്താണ്? x ആണ്. നമുക്ക് ഇങ്ങനെ തന്നെ താഴേക്ക് വയ്ക്കാം. മാർക്ക് ചെയ്യാം. 0.5 മാർക്ക് ചെയ്തു. 0.5 0.5 1 -0.5 -1. ഓക്കെ. cos 0 എത്രയാ? ഇത് എത്ര ഡിഗ്രി? 0 30 45 60 ഇതെന്താ? 90. ഇതെത്രയാ? 180 270 360 കേട്ടോ. ഈ പോയിന്റ് നിങ്ങൾ വരച്ചെടുത്താൽ മതി കേട്ടോ. ഞാൻ ഡോട്ടൊക്കെ ഇട്ടേക്കുന്ന കാര്യം മനസ്സിലായില്ല എന്തിനാണ്. cos 0 എന്നാ? 0. cos 0 എത്രയാ? 1. cos 0 1 ആണ്. അത് ശരി. cos 30 0.7. cos 30 എന്നതാ? 0.7. 0.5നേക്കാട്ടിലും മുകളിലാണല്ലേ. അത് ശരി. cos 45 cos 45 0.64. മുകളിലാണല്ലോ. 60 0.5. അത് കറക്റ്റ് 0.5. cos 90 0. cos 190 എത്ര നോക്കി? -1. cos 270 0. cos 360 എത്ര? 1. ഈ ഗ്രാഫ് എങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ
ശ്രദ്ധിച്ചിരുന്നോട്ടോ. അത് ഈ ഗ്രാഫ് കണ്ടോ, അതിന് ഇങ്ങനെയാണ് പോയത്. ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ, ഇവിടെയോ ഇങ്ങനെ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഗ്രാഫും ഈ ഗ്രാഫും കേട്ടോ. കേട്ടോ, ഏറ്റവും മുകളിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്നിട്ട് ഇതാണ് മാക്സിമം പോയിന്റ്. ഇതൊക്കെ നമുക്ക് ഡിഫറൻഷിയേഷൻ്റെ ഭാഗത്ത് നമുക്ക് ഒത്തിരി ആവശ്യമുണ്ട്. ഈ പോയിന്റിലൊക്കെ ഡിഫറൻഷിയേഷൻ 0 ആണ്. കാരണം ഇത് ഏറ്റവും മാക്സിമം പോയിന്റിൽ അതേപോലെ മിനിമം പോയിന്റ്, ഈ 2 പോയിന്റ് ഉണ്ടോ, ഈ പോയിന്റ് ഉണ്ടോ, ഈ പോയിന്റ് ഉണ്ടോ, അതേപോലെ ഈ ഗ്രാഫിൻ്റെ അടിവശത്തൊക്കെ എന്നറിയോ ഡിഫറൻഷിയേഷൻ 0 ആണ്. ഇതൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കും. അന്നേരം നമുക്ക് ഈ ഗ്രാഫ് ആവശ്യമുണ്ട്. ഈ ഗ്രാഫ് മനസ്സിലുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് അറ്റ് 90 ഈസ് 0. അതായത് ഡെറിവേറ്റീവ് ഡിഫറൻഷിയേഷൻ എന്നൊക്കെ പറഞ്ഞ സാധനം പഠിക്കാനുണ്ട്. d/dx ഓഫ് സൈൻ എക്സ് അറ്റ്, എനിക്ക് ഗ്രാഫ് മനസ്സിലുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അറ്റ് 90 എന്ന 0 ആണ്. ആണ് ഞാൻ പ്രൂവ് ചെയ്യാം. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് നമുക്ക് ഇക്വേഷൻ കാണാൻ പഠിക്കാനുണ്ട്. അതിൻ്റെ കോസ് എക്സ് എന്നാണ്. 90 അല്ലേ വെച്ചേക്കുന്നത്. 90ൽ കോസ് 90 എത്രയാ 0 അല്ലേ? കോസ് 90 0 അല്ലേ? കോസ് 90 0 അല്ലേ? ആ, കോസ് 90 അപ്പം എന്നാ കിട്ടുന്നത് 0. ഇതല്ലേ ഞാൻ പ്രശ്നം പറഞ്ഞേ. 90ൽ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. ഈ ഗ്രാഫ് നമ്മുടെ മനസ്സിലുണ്ട്, നമുക്ക് ഡിഫറൻഷിയേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ ഈ പറഞ്ഞതൊന്നും മനസ്സിലായി, നമുക്ക് പിന്നീട് പഠിക്കാം. അടുത്ത വീഡിയോ ഞാൻ ഇറക്കിയിട്ടുണ്ട്, അതിനകത്തുണ്ട്. അത് നല്ലപോലെ വെറുപ്പിച്ചിട്ടുണ്ട്. ഡിഫറൻഷിയേഷൻ എല്ലാം വെറുതെ വിടാൻ പറ്റില്ല. പിന്നെ അതേപോലെ ഈ ഗ്രാഫ് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. അറ്റ് ഈ പോയിന്റിലൊക്കെ ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് 0 ആണ്. കാരണം ഇത് മിനിമം പോയിന്റാണ്, ഇത് മാക്സിമം പോയിന്റാണ്, ഇത് മിനിമം പോയിന്റാണ്. ഈ മിനിമം പോയിന്റ് പറയാൻ കാരണം അടിവശം വന്നിട്ട് പിന്നെ നമ്മുടെ പറയുന്നത് മാക്സിമം പോയിന്റ് പറയാൻ കാരണം ഏറ്റവും മാക്സിമം വാല്യൂ ഇവിടെയാണ്. അതിന് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് വേറെ വാല്യൂ ഇല്ല, അതിനേക്കാൾ മുകളിലേക്ക് വേറെ വാല്യൂ ഇല്ല. അപ്പോൾ ആ പോയിന്റിലൊക്കെ അതിനെ പറഞ്ഞാൽ മാക്സിമം പോയിന്റ്, അവിടെ ഡിഫറൻഷിയേഷൻ 0 ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ 2 ഗ്രാഫ് നല്ലപോലെ മനസ്സിലായി. എന്നിട്ട് നിങ്ങൾ രണ്ടും വരച്ചിട്ട് നിങ്ങൾ വേറൊരു പേപ്പർ എടുത്തിട്ട് അല്ലെങ്കിൽ തൊട്ട് താഴെയായിട്ട് ഇതൊന്നുകൂടി വരയ്ക്കുക. എന്നിട്ട് ഇവനെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒരുമിച്ച് വരയ്ക്കാം. ഇതും കൂടി ഏകദേശം ഇങ്ങനെ വരുമായിരിക്കും. ഇങ്ങനെ ഇവൻ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് പോയി, ഇവൻ കുറച്ച് ഇപ്പുറത്തേക്ക് അതേ ഗ്രാഫ് വന്നു. അത്രയേ ഉള്ളൂ കേട്ടോ. ഈ 2 ഗ്രാഫും ഇതാണ്. y is equal to sin x, ഇവനാണ് y is equal to cos x. 2 പേർക്കും വരുന്ന മാക്സിമം വാല്യൂ എത്രയാണ്? 1. മിനിമം വാല്യൂ എത്രയാണ്? -1. ഇതിൻ്റെ ഇടയ്ക്കായിരിക്കും ബാക്കി ഏത് ആംഗിൾ എടുത്താലും അവരുടെ വാല്യൂ വരുന്നത് കേട്ടോ. ഇത്രയും പോയിന്റ് ഓർത്തിരുന്നു. ഇനി നോക്കിയേ, നമുക്ക് ഈ 3 ഗ്രാഫ് പഠിക്കാനുണ്ട്. ഒന്ന് log x, നാച്ചുറൽ log x എന്ന് പറഞ്ഞാൽ ബേസ് 10 കേട്ടോ. ഇത് ബേസ് E. ഇതിനെക്കുറിച്ച് നിങ്ങൾ മാത്സ് ക്ലാസ്സിൽ പഠിക്കും കേട്ടോ. ഒരു നാച്ചുറൽ ലോഗരിതം, നമ്മൾ സാധാരണ ബേസ് 10 ആയിട്ടുള്ള ലോഗരിതം. ഇത് ex, y is equal to ex അല്ല e⁻x. ഗ്രാഫ് ഞാൻ നോക്കിയോ, y is equal to log x ന്റെ ഗ്രാഫ്. ഇത് രണ്ടിന്റെ വ്യത്യാസം നോക്കിയോ, എന്നാ സംഭവം. നാച്ചുറൽ ലോഗരിതത്തിന്റെ ഇതാണ് y is equal to log x. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയേക്കോ കേട്ടോ. ഇങ്ങനെ ഗ്രാഫ് വന്നിട്ട് ഇങ്ങനെ പോയേക്കോ. 1 2 3 4 അങ്ങനെ x ആക്സിസ്. ഇത് y ആരാ? log x ആണ്. ലോഗ് 1 നോക്കിയാൽ എന്നാ നോക്കിയേ, നാച്ചുറൽ ലോഗരിതം 1 എന്നാ കിട്ടിയേ 0. നാച്ചുറൽ ലോഗരിതം 2 ഒരു വാല്യൂ കിട്ടി. നാച്ചുറൽ ലോഗരിതം e എന്ന് പറഞ്ഞാൽ അറിയോ, യൂളേറിയൻ നമ്പർ കേട്ടോ. യൂളേറിയൻ നമ്പർ അല്ലെങ്കിൽ നേപ്പിയേഴ്സ് കോൺസ്റ്റന്റ്, ഇങ്ങനെ പല പേരുണ്ട് ഈ സാധനത്തിന്. നേപ്പിയേഴ്സ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ യൂളർ നമ്പർ, അങ്ങനെയും പേരുണ്ട്. നേപ്പിയേഴ്സ് കോൺസ്റ്റന്റ്, ഈ വക പേരൊക്കെ ഇടാറ്. ഇവൻ്റെ എന്നാ പ്രത്യേകം അറിയോ, ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ടാണ് മറ്റേ നമ്മുടെ ഡിഫറൻഷിയേഷൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
ഡെറിവേറ്റീവ് ഓഫ് ഡിഫറൻഷിയേഷൻ ഓഫ് 2 റേസ് ടു എക്സ് എന്നറിയോ? ഇതിൻ്റെ ആൻസർ 2 റേസ് ടു എക്സ് ഇൻറ്റു ലോഗരിതം 2 ആവും. ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്നറിയോ? 2x ആണ്. ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് 4x എന്ന് പറഞ്ഞാൽ 4 ആണ്. ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് തന്നെ. 2 റേസ് ടു എക്സ് ഇതിപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടി. ഇതേ സ്ഥലത്ത് ഇനിയിപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് 5 റേസ് ടു എക്സ് ആയിരുന്നെങ്കിലോ 5 റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് 5. ലോഗ് 5 കണ്ടുപിടിക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് സ്ക്വയറിൻ്റെയോ 2x, 4x-ൻ്റെയോ 4. പക്ഷെ ഈ കേട്ടോ ഞാൻ ഡിഫറൻഷിയേഷൻ നടത്തി കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ വേറെയാണ്. പക്ഷെ ഇവനെ നോക്കി, ഇവനെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ അവനെ തന്നെ കിട്ടി. ഇ റേസ് ടു എക്സിനെ ഞാൻ ഡിഫറൻഷിയേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ അവനെ തന്നെ കിട്ടി. അതാണ് ഈ നമ്പറിൻ്റെ പ്രത്യേകത. ഈ നമ്പർ എന്ന് പറഞ്ഞാൽ ഈ 2-നെക്കാട്ടും കുറച്ച് മുകളിൽ, അതൊരു 2.718 വലിയ ഡെസിമൽ നമ്പറാണ്. ഇത്ര മതി, 2.718 കേട്ടോ. ഈ വാല്യൂ ആണ് നമ്പർ. നിങ്ങൾക്ക് കൃത്യം മനസ്സിലാണെങ്കിൽ നിങ്ങളുടെ മറ്റേ കാൽക്കുലേറ്റർ അല്ലേ അതിനകത്ത് ഉണ്ട്. ഇ എന്ന് കണ്ടോ, ഒരു ഇ. അപ്പോൾ ഷിഫ്റ്റ് ഇ അടിച്ചിട്ട് എൻ്റർ അടിച്ചാൽ മതി. അതോ ആൽഫ ഓർമ്മയില്ല, നിങ്ങൾ നോക്ക് കേട്ടോ. 2.718 അങ്ങനെ കിട്ടും ആ വാല്യൂ. അതായത് ആ ഇ എന്ന നമ്പറിൻ്റെ പ്രത്യേകത അതിൻ്റെ ഡിഫറൻഷിയേഷൻ സെയിം. ആ നമ്പർ തന്നെയാണ്, ആ അതേ വാല്യൂ ആണ്. ഇ റേസ് ടു എക്സ് തന്നെയാണ് ഡിഫറൻഷിയേഷൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതും കേട്ടോ. അതാണ് ആ നമ്പറിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് ലോഗരിതം ഇ എടുത്താൽ, ലോഗ് 2.718 എടുത്താൽ എനിക്ക് എന്ത് കിട്ടും? 1 കിട്ടും. പിന്നെ ഓരോ നമ്പറിന് ഓരോ നമ്പർ കിട്ടും. അപ്പോൾ ഇ എന്ന നമ്പറിൽ ഇതിന് 1 കിട്ടും. നാച്ചുറൽ ലോഗരിതം ഇതിൻ്റെ ബേസ് 10 ആണ്. ഇതിൻ്റെ ബേസ് എന്നതാ ഇ ആണ്. ഇത് നമ്മൾ പറയില്ല ലോഗരിതം ഇ, ബേസ് ഇ എക്സിനെ വിളിക്കുന്ന ഇങ്ങനെ എഴുതുന്നതിനേക്കാളും ഇങ്ങനെ എഴുതുന്നതാണ് നാച്ചുറൽ ലോഗരിതം എക്സ്. ഇത് നോക്കിയോ, ഇതിൻ്റെ പ്രത്യേകത ലോഗ് 0 തന്നെ, ഓക്കെ, ഇതേപോലെ തന്നെ. പക്ഷെ 1 ആകണമെങ്കിൽ ഇവിടെ എത്ര ഇ അല്ലായിരുന്നു, ഇവിടെ 10 10ലാണ് എന്താകുന്നത് 1 ആകുന്നത്. അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇവൻ നേരെ പോയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവൻ കുറച്ച് ചിഹ്നമാകും, 10ലാണ് 1 ആകുന്നത്. അടുത്ത നമ്പറാണ്, അടുത്ത ഗ്രാഫാണ് y = e റേസ് ടു എക്സ്. ഇതിനെ കുറിച്ച് പറഞ്ഞില്ലേ, യൂളറി നമ്പർ, നെയ്ബർ എക്സ്പോണൻഷ്യൽ എന്നൊക്കെ പറഞ്ഞ പേര്. 2.718 ആണ് അതിൻ്റെ വാല്യൂ. അതിൻ്റെ ഗ്രാഫ് ഇതാ ഇങ്ങനെയാണ് വരുന്നത്, y = e റേസ് ടു എക്സ്. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കേട്ടോ. 0 കൊടുത്തേ, e റേസ് ടു 0 കൊടുത്താൽ 1 കിട്ടും. ഓക്കെ, e റേസ് ടു 1, എനിത്തിങ് റേസ് ടു 2 റേസ് ടു 1 പറഞ്ഞാൽ 2. അപ്പോൾ e റേസ് ടു 1 പറഞ്ഞാൽ എന്തായിരിക്കും ഈയുടെ വാല്യൂ. അപ്പോൾ 1ൻ്റെ അവിടെ ഇൻ്റെ അവിടെ 2.718 കിട്ടും. 2ൻ്റെ അവിടെ അതിൻ്റെ ഇതിൻ്റെ സ്ക്വയർ കാൽക്കുലേറ്റ് അടിച്ച് കൊടുത്താൽ മതി, അപ്പോൾ ഒരു നമ്പർ കിട്ടും. അത്രയേ ഉള്ളൂ. അതിൻ്റെ ഗ്രാഫ് ഇതാ ഇങ്ങനെ. ഇത്രയും കൂടെ മക്കളെ ഗ്രാഫ് ഓർത്തിരിക്കേണ്ടത്. ഈ ഗ്രാഫ് ഓർത്തിരിക്കണം. എക്സ് സ്ക്വയർ, ഇത് പിന്നെ നമ്മുടെ ഈ ഗ്രാഫ്, പരാബോളിൻ്റെ ഈ ഗ്രാഫ്, സൂപ്പർ 2 ഗ്രാഫ്, പിന്നെ ഇതിൻ്റെ ജനറൽ കൺസെപ്റ്റ്. ഇത്രയും ഓർത്തിരുന്ന് നമുക്ക് ഏകദേശം ഗ്രാഫിനെ കുറിച്ച് ഐഡിയ കണ്ടു. ഇത് ഹോംവർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.